ആഗോള വാണിജ്യ കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയായി യമനിലെ ഹൂത്തി വിമതരുടെ ആക്രമണം ഈഡൻ കടലിടുക്ക് വീണ്ടും രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മിനർവ ഗ്രാറ്റ് എന്ന ഡച്ച് ചരക്ക് കപ്പലിനാണ് ഹൂത്തി ആക്രമണത്തിൽ തീപിടിച്ചത്. സെപ്റ്റംബർ 1 ശേഷം വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ നടത്തുന്ന ആദ്യത്തെ സുപ്രധാനമായിട്ടുള്ള ആക്രമണമാണിത്. ഈഡൻ തുറമുഖത്ത് തെക്ക് കിഴക്കായി ഏകദേശം 128 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് സംഭവം നടന്നിരിക്കുന്നത്. കപ്പലിന്റെ ഒരു ഭാഗത്ത് അജ്ഞാതമായ ഒരു സ്ഫോടക വസ്തു ഇടിച്ചതിനെ തുടർന്നാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് അധികൃതരും സ്ഥിരീകരിക്കുന്നത്. മിസൈൽ ആക്രമണമാണ് നടന്നതെന്ന് സൂചനകൾ ശക്തമാണെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. കപ്പലിലെ ജീവനക്കാരെ കുറിച്ച് ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് കപ്പലിൽ ഉണ്ടായിരുന്ന 19 ജീവനക്കാരെയും ഹെലികോപ്റ്റർ മുഖേന രക്ഷപ്പെടുത്തിയെന്ന് കപ്പലുടമ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഈ ആക്രമണം ഈഡൻ കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ കപ്പൽ ഗതാഗതത്തെക്കുറിച്ച് നിലവിലുള്ള ഭയത്തെ വർദ്ധിപ്പിക്കുകയും ആഗോള കപ്പൽ ഗതാഗത മേഖലയെ വീണ്ടും പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. ചെങ്കടലിലെ ഈ ആക്രമണങ്ങൾ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുമായി ബന്ധിപ്പിച്ചാണ് ഹൂത്തികൾ തുടരുകയും ചെയ്യുന്നത്. മിനർവ ഗ്രാറ്റിന്റെ നേരെയുണ്ടായ ആക്രമണത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതമാണെന്ന വാർത്ത ആശ്വാസകരമാണ്. കപ്പലിലുണ്ടായിരുന്ന 19 ജീവനക്കാരിൽ 2 പേർക്ക് നേരിയ പരിക്കേറ്റതായി അധികൃതരും വ്യക്തമാക്കുകയാണ്. പരിക്കേറ്റവരുടെ നില തൃപ്തികരമാണെന്നും ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഗുരുതരമായ പരിക്കുകളൊന്നുമില്ല എന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ജീവനക്കാർക്ക് റഷ്യ, യുക്രൈൻ, ഫിലിപ്പീൻസ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. അന്താരാഷ്ട്ര സംഘർഷങ്ങളിൽ നിഷ്പക്ഷമായ കപ്പൽ ഗതാഗതം നടത്തുന്ന വിവിധ രാജ്യങ്ങളിലെ സാധാരണക്കാരായ തൊഴിലാളികൾ ഈ ആക്രമണത്തിന്റെ ഇരകളാകുന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. സ്ഫോടനത്തെ തുടർന്ന് കപ്പലിന്റെ പ്രധാന ഭാഗത്തിന് തീപിടിച്ചെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് തീപിടുത്തത്തിന് പിന്നാലെ കപ്പൽ ഒഴുകിപ്പോകാൻ തുടങ്ങിയെന്നും അധികൃതർ പറയുകയാണ്. നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു ചരക്ക് കപ്പൽ അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ ഒഴുകി നടക്കുന്നത് മറ്റ് കപ്പലുകൾക്കും അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ എത്രയും പെട്ടെന്ന് കപ്പലിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ മേഖലയിൽ കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള ഹൂത്തികളുടെ ഭീഷണിക്ക് ഇപ്പോഴും ഒരു കുറവില്ലെന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഹൂത്തി വിമതരുടെ ആക്രമണങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഗസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിക്കും വരെ ചെങ്കടലിൽ തങ്ങളുടെ ആക്രമണങ്ങൾ തുടരുമെന്ന് ഹൂത്തികൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇസ്രായേലുമായി ബന്ധമുള്ളതോ ഇസ്രായേലികൾക്ക് ചരക്ക് കൊണ്ടുപോകുന്നതോ ആയ കപ്പലുകളെ ലക്ഷ്യം വെച്ചാണ് തങ്ങൾ ആക്രമണം നടത്തുന്നതെന്ന് അവർ അവകാശപ്പെടുകയും ചെയ്യുകയാണ്. എന്നാൽ യാതൊരു ബന്ധവുമില്ലാത്ത മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെയും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ആക്രമണങ്ങൾ ഗ്ലോബൽ ഷിപ്പിംഗ് റൂട്ടിൽ വലിയ അസ്ഥിരതയും അനിശ്ചിതത്വവും സൃഷ്ടിച്ചിരിക്കുകയാണ്. പല വലിയ കപ്പൽ കമ്പനികളും ചെങ്കടലിലൂടെ തങ്ങളുടെ യാത്രകൾ റദ്ദാക്കുകയോ ആഫ്രിക്കൻ മുനമ്പിന് ചുറ്റും കറങ്ങി സഞ്ചരിക്കുന്ന കൂടുതൽ ദൂരമുള്ളതും ചെലവേറിയതുമായ റൂട്ടുകൾ തിരഞ്ഞെടുക്കുകയോ ചെയ്തിരിക്കുകയാണ്. മുൻപ് നടന്ന ഹൂത്തി ആക്രമണങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജൂലൈയിൽ ഹൂത്തികളുടെ ആക്രമണത്തിന് തീപിടിച്ച് 2 കപ്പലുകൾ കടലിൽ മുങ്ങുകയുണ്ടായി. ഇത്തരം സംഭവങ്ങൾ ഈ മേഖലയിലുള്ള വാണിജ്യ യാത്രയും സുരക്ഷിതത്വത്തെയും ആഗോള വിതരണ ശൃംഖലയുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയിലാഴ്ത്തുകയാണ്. ഹൂത്തികൾ നേരെ അമേരിക്കയുടെ സഖ്യകക്ഷികളും നടത്തുന്ന സൈനിക നടപടികൾക്ക് പോലും ഇവരുടെ ആക്രമണങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആഗോള വാണിജ്യ ഭൂപടത്തിൽ ചെങ്കടലും ഈഡൻ കടലിടുക്കും അതീവ പ്രാധാന്യമുള്ളവയാണ്. ഈ കടലിടുക്ക് സൂയസ് കനാലിനോടുള്ള ഏറ്റവും വലിയ പ്രവേശന കവാടമാണ്. ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചരക്ക് ഗതാഗത മാർഗം കൂടിയാണിത്. ലോകത്തിലെ ഏറ്റവും 12% വാണിജ്യ കപ്പൽ ഗതാഗതവും ഈ റൂട്ടിലൂടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഓരോ ആക്രമണവും ആഗോള വിതരണ ശൃംഖലയിൽ കനത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയാണ്. കപ്പലുകൾക്ക് വഴിതിരിച്ചു വിടുന്നതോടെ യാത്രയ്ക്ക് കൂടുതൽ സമയമെടുക്കുകയും ഷിപ്പിംഗ് ചെലവുകൾ കുതിച്ചുയരുകയും ചെയ്യുകയാണ്. ഈ ചെലവുകൾ ആത്യന്തികമായി ചരക്കുകളുടെ വിലവർദ്ധനവിന് കാരണമാക്കുന്ന തലത്തിൽ ആഗോളതലത്തിൽ പണപ്പെരുപ്പം വർദ്ധിക്കുകയും ചെയ്യും. ഈ മേഖലയിൽ അസ്ഥിരത തുടരുകയാണെങ്കിൽ എണ്ണവിലയിലും മറ്റു ഉൽപ്പന്നങ്ങളുടെ വിലയിലും വലിയ വർധനവുണ്ടാകാനും സാധ്യതയുണ്ട്. ഈഡൻ കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര ഇടപെടൽ അത്യാവശ്യമാണ്. എന്നാൽ ഹൂത്തികളെ പൂർണ്ണമായി നിർവീര്യമാക്കാൻ കഴിയാത്തത് ലോകരാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി ഇപ്പോഴും തുടരുകയാണ്. മിനർവ ഗ്രാറ്റിന് നേരെയുണ്ടായ ആക്രമണം ഹൂതികളുടെ പ്രതിരോധ ശേഷിയും അവരുടെ ആക്രമണശേഷിയും കുറഞ്ഞിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ പുതിയ ഉദാഹരണമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക സാന്നിധ്യത്തെ മറികടന്നുകൊണ്ട് അവർക്കിപ്പോഴും കപ്പലുകളെ ലക്ഷ്യമിടാൻ സാധിക്കുന്നുണ്ട്. യമനിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ഗാസ യുദ്ധം അവർക്ക് തങ്ങളുടെ ആക്രമണങ്ങൾ തുടരാനുള്ള ഒരു ന്യായീകരണവും അന്താരാഷ്ട്ര ശ്രദ്ധ നേടാനുള്ള ഒരു അവസരം കൂടിയാണ്. ഈ മേഖലയിലെ സ്ഥിരത ഉറപ്പാക്കാൻ അമേരിക്കൻ നേതൃത്വത്തിൽ രൂപീകരിച്ച ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ പോലുള്ള സഖ്യങ്ങൾ സജീവമായിട്ടും ആക്രമണങ്ങൾക്ക് യാതൊരുവിധ ശമനവുമില്ല.
ഇത്തരം ആക്രമണങ്ങൾ തുടർന്നാൽ ഇത് ചെങ്കടൽ മേഖലയെ ഒരു മാരിടൈം കോൺഫ്ലിക്ട് സോണായി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇത് കപ്പലുകൾക്ക് യുദ്ധ ഇൻഷുറൻസ് ചെലവുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരം കാണണമെങ്കിൽ യമൻ ആഭ്യന്തര യുദ്ധത്തിനും ഗസയിലെ സംഘർഷത്തിനും നയതന്ത്രപരമായ പരിഹാരം അനിവാര്യമാണ്. അതുവരെ ചെങ്കടൽ പാതയിലെ യാത്ര ചെയ്യുന്ന എല്ലാ വാണിജ്യ കപ്പലുകളും ജീവനക്കാരും കടുത്ത ഭീഷണിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക.